ധീരമായ നീക്കത്തിനൊടുവിൽ വിമാനം തകർന്ന് കാണാതായ പൈലറ്റിനെ ഞങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന അതിസന്തോഷകരമായ വാർത്ത അമേരിക്ക ആഘോഷിക്കുന്നതിനിടെ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ട് ഇറാൻ വീണ്ടും രംഗത്തെത്തി. പൈലറ്റ് രക്ഷാദൗത്യത്തിനിടെ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം നൽകിയെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. C-130 പുറമെ 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. യുഎസിന്റെ മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനമാണ് C-130. രക്ഷാദൗത്യത്തിനായി എത്തിച്ചതായിരുന്നു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു A-10 അറ്റാക്ക് ജെറ്റും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലെ പൈലറ്റും പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടിരുന്നതായി US വ്യക്തമാക്കി. ഇസ്ഫഹാന്റെ തെക്ക് പ്രവിശ്യയിൽ വെച്ചാണ് യുഎസിന്റെ C-130 വിമാനം വെടിവെച്ചിട്ടത് എന്നാണ് ഇറാന്റെ അവകാശവാദം. ഫരാജ് റേഞ്ചേഴ്സ് എന്ന പോലീസ് കമാൻഡോ യൂണിറ്റാണ് വിമാനം തകർത്തത് എന്നും ഇറാന്റെ ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. രക്ഷാദൗത്യത്തിനിടെ 5 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ലാതെ അത്ഭുതകരമായി തന്നെ അതിശക്തമായ പോരാട്ടം നടക്കുന്നതിനിടെ അത്ഭുതകരമായി പൈലറ്റിനെ രക്ഷിച്ച് ഇറാൻ അതിർത്തിക്ക് പുറത്തെത്തിച്ചു എന്ന ട്രംപിന്റെയും US സൈന്യത്തിന്റെയും അവകാശവാദത്തിനിടയിലാണ് ഇറാൻ C-130 ട്രാൻസ്പോർട്ട് വിമാനവും A-10 ഫൈറ്റർ ജെറ്റും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും തകർത്തുവെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ അവകാശവാദങ്ങൾക്കിടെ അമേരിക്കയുടെ പ്രതിച്ഛായ തകർക്കുന്ന വാർത്തയാണ് ഇത്. ഒരുപക്ഷെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുമായിരുന്ന സംഭവങ്ങൾക്കിടെ അതീവ ശ്രമകരമായിരുന്നു പൈലറ്റ് രക്ഷാദൗത്യമെന്ന് US സേനയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ബുദ്ധിപരമായ തന്ത്രങ്ങളും ഓപ്പറേഷനിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. നൂറുകണക്കിന് സൈനികരാണ് ഇറാൻ ഭൂപ്രദേശത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയത്. ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇറാൻ സൈന്യത്തെ പൈലറ്റ് ഒളിച്ചിരുന്ന മലനിരകളുടെ ഭാഗത്ത് നിന്ന് മാറ്റി. ഇതിനായി ആദ്യം തന്നെ പൈലറ്റിനെ കണ്ടെത്തിയെന്നും കരമാർഗം പുറത്തെത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഒരു വാർത്ത CIA പ്രചരിപ്പിച്ചു. ഇറാൻ സൈന്യത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞ സമയത്തിനിടെ CIA കൃത്യമായി ലൊക്കേഷൻ കണ്ടെത്തി നൽകി രക്ഷാസംഘം അവിടെ എത്തുകയും ചെയ്തു. പക്ഷേ ദൗത്യം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടയിലാണ് US സൈന്യത്തിന് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനായത് എന്നാണ് സേന പറയുന്നത്. CIA ലൊക്കേഷൻ അനുസരിച്ച് സൈന്യം എത്തുന്നതുവരെ പൈലറ്റ് മലനിരകളിൽ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചു കഴിയുകയായിരുന്നു. ഒരൊറ്റ അമേരിക്കക്കാരൻ പോലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യാതെ ദൗത്യം പൂർത്തിയാക്കിയത് അമേരിക്കയ്ക്ക് ആശ്വാസവും അഭിമാനവുമാണ് എന്നാണ് ട്രംപും US സേനയും അവകാശപ്പെട്ടത്. പക്ഷേ ഇതിനിടയിലാണ് ഇറാൻ C-130 വീഴ്ത്തിയത് എന്ന് അവകാശപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ശത്രുരാജ്യത്തിന്റെ മേഖലകളിൽ അമേരിക്ക നടത്തിയ ഏറ്റവും സങ്കീർണമായ തിരച്ചിലിനൊടുവിലാണ് പൈലറ്റിനെ രക്ഷപ്പെടുത്താനായത് എന്ന് US ഉദ്യോഗസ്ഥർ അൽ ജസീറയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി ബന്ദിയാക്കുന്നതിന് ഇറാൻ കഠിന ശ്രമം നടത്തിയിരുന്നു. പൈലറ്റിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ഇറാൻ ജനതയ്ക്ക് 61 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. പൈലറ്റിനെ ബന്ദിയാക്കിയാൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാനാകുമെന്നും US കൂടുതൽ കണിശമായി വിലപേശാനാകും എന്നുമായിരുന്നു ഇറാന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് പൈലറ്റിനായി ഇത്ര കണിശമായ തിരച്ചിൽ ഇറാൻ നടത്താനുണ്ടായ കാരണം. അതിനിടയിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ JASSMER ക്രൂയിസ് മിസൈലുകൾ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം. ഇറാന്റെ വ്യോമ പ്രതിരോധം ദുർബലമാക്കിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ അപ്രതീക്ഷിത തിരിച്ചടികൾ അവർ നേരിടുന്നുണ്ട്. ഇറാനെതിരായ സൈനിക നീക്കത്തിന്റെ ആദ്യ ആഴ്ചകളിൽ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന 2300 മിസൈലുകളുടെ ശേഖരത്തിൽ ഇപ്പോൾ 425 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 75 മിസൈലുകൾ തകരാറുകൾ മൂലം ഉപയോഗിക്കാൻ കഴിയാത്തവയാണ് എന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ആഴ്ച അമേരിക്കയുടെ 2 F-15 യുദ്ധവിമാനവും ഒരു A-10 വിമാനവും ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. കൂടാതെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ 2 ഹെലികോപ്റ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും 10ലധികം MQ-9 ഡ്രോണുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിനാണ് അമേരിക്ക ഇപ്പോൾ മുൻഗണന നൽകുന്നത്. B-52 ബോംബറുകൾ ഇപ്പോൾ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറക്കുന്നുണ്ട് എന്നും ഇത് വ്യോമ മേഖലയിൽ അമേരിക്കയുടെ മുന്നൊരുക്കത്തിന്റെ സൂചനയാണ് എന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു.
അതേസമയം ഹോർമൂസ് തുറക്കാൻ വീണ്ടും 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയ ട്രംപിന് മറുപടിയായി ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വലിയ സർപ്രൈസ് വരുന്നുണ്ട് എന്നും അതിന് ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ, കാത്തിരിക്കൂ എന്നുമായിരുന്നു. ഇറാനിലെ പാലങ്ങൾ ആക്രമിക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ പദ്ധതികൾക്കും നിശ്ചിത ലക്ഷ്യങ്ങൾക്കും അനുസരിച്ചാണ് യുദ്ധത്തിൽ ഇറാൻ മുന്നോട്ടു പോകുന്നത് എന്നും ഫാർസ് വാർത്താ ഏജൻസി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ കൃത്യമല്ലെന്നാണ് ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുന്നത്. ശത്രുവിനെ തളർത്തുന്നത് എങ്ങനെയെന്ന് ഇറാൻ മനസ്സിലാക്കിയതായും ഈ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. 48 മണിക്കൂറിനകം US-ഉമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ നരകം പെയ്തിറങ്ങുമെന്നാണ് ട്രംപ് ഇറാന് അന്ത്യശാസനം നൽകിയത്. ഹോർമൂസ് തുറക്കാൻ ട്രംപ് നൽകിയ 10 ദിവസത്തെ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ട്രംപ് തന്റെ അന്ത്യശാസനം ഒന്നുകൂടി പുതുക്കിയിരിക്കുന്നത്. 10 ദിവസം മുൻപും ആദ്യം 48 മണിക്കൂറായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. അത് പിറ്റേ ദിവസം 5 ദിവസമായി പരിഷ്കരിച്ചു. അതിനടുത്ത ദിവസം തന്നെ അത് 10 ദിവസമായും പരിഷ്കരിച്ചു. ഇപ്പോൾ ആ 10 ദിവസം അവസാനിക്കാനിരിക്കെയാണ് വീണ്ടും പരിഷ്കരിച്ച് 48 മണിക്കൂറാക്കിയിരിക്കുന്നത്. അന്ത്യശാസനങ്ങൾ പരിഷ്കരിച്ച് ട്രംപ് നയതന്ത്ര ചർച്ചകൾക്കായി കാത്തിരിക്കുന്നുവെന്നാണ് കരുതേണ്ടത്. പക്ഷേ ഇതിനിടയിൽ പലകുറി ഇറാൻ ഇസ്രയേലിനെയും അമേരിക്കയെയും വിറപ്പിക്കുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ ശേഷിയും സൈനിക ശേഷിയും തകർത്ത് ലക്ഷ്യം കൈവരിച്ചെന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളെ പരിഹാസ്യം എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്നത് അമേരിക്കൻ സൈനിക നടപടികളുടെ പരാജയം പ്രതിഫലിക്കുന്നതാണ്. അതേസമയം ടെഹ്റാനിൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നും അവകാശപ്പെട്ടിട്ടുണ്ട്. ടെഹ്റാനിൽ വൻ ആക്രമണം നടത്തിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം. വലിയ സ്ഫോടനം നടത്തുന്നതിന്റെ വീഡിയോയും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. റഷ്യൻ സഹായത്തോടെ നിർമ്മിച്ച ഇറാന്റെ ഏറ്റവും സുപ്രധാന ആണവ നിലയമായ ബുഷഹർ ശനിയാഴ്ച US-ഉം ഇസ്രയേലും ചേർന്ന് സംയുക്തമായി ആക്രമിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടപ്പോൾ 198 തൊഴിലാളികളെ ഒഴിപ്പിച്ചു. ആണവ നിലയത്തെ നിരന്തരം ആക്രമിക്കുന്നത് ആണവ ചോർച്ച ഉണ്ടാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ ഗൾഫ് രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബുഷഹറിൽ ആണവ ചോർച്ചയുണ്ടായാൽ അത് ഇറാനെ മാത്രമല്ല മേൽപ്പറഞ്ഞ GCC രാഷ്ട്രങ്ങളിലെ ജനതയെയും തകർത്തുകളയുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതോടെ പശ്ചിമേഷ്യയിൽ ആണവ ചോർച്ച ഭീഷണിയും ഉടലെടുത്തിട്ടുണ്ട്. ബഹ്റൈൻ തീരത്ത് ഇസ്രായേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പൽ ആക്രമിച്ചതായി IRGC ഇതിനിടെ തന്നെ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഖലീഫ് ബിൻ സൽമാൻ തുറമുഖത്തിന് സമീപം വെച്ച് MSC ഇഷൈക്ക എന്ന കപ്പലാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇറാന്റെ ഖുസൈസ്ഥാൻ പ്രവിശ്യയിലുള്ള പെട്രോ കെമിക്കൽ പ്ലാന്റിന് നേരെയും സിമന്റ് ശാലയ്ക്ക് നേരെയും ആക്രമണവും ഉണ്ടായി. അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ച യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങിയതോടെ പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധഭീതി ഉടലെടുത്തിട്ടുമുണ്ട്. അതിനിടയിലും മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നു എന്നത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതേസമയം ഹോർമൂസ് തുറക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ അന്ത്യശാസനം അവസാനിക്കാറായതോടെ ലോകവും ഭീതിയിലാണ്. 48 മണിക്കൂറാണ് ഹോർമൂസ് തുറക്കാൻ ഇറാന് ട്രംപ് നൽകിയിരിക്കുന്ന സമയപരിധി. അത് കഴിഞ്ഞാൽ ഇറാനിൽ നരകം തുറന്നു വിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതോടെ പശ്ചിമേഷ്യയ്ക്കൊപ്പം ലോകമാകെ ഭീതി പരന്നിട്ടുമുണ്ട്. മുന്നറിയിപ്പിന് പിന്നാലെ ടെഹ്റാനിൽ അമേരിക്ക വലിയ രീതിയിലുള്ള സ്ഫോടനം കൂടി നടത്തി ആക്രമണം കടുപ്പിച്ചതോടെ ആ ഭീതി ഇരട്ടിക്കുകയും ചെയ്തു. ഇറാന്റെ സുപ്രധാന ആണവ നിലയമായ ബുഷഹർ തുടരെ ആക്രമിക്കപ്പെടുന്നതും ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഊർജ്ജ സൗകര്യങ്ങളുമായിരിക്കും നരകം തുറന്നുവിടും എന്നതിലൂടെ ട്രംപ് ലക്ഷ്യം വെച്ചിരിക്കുക. വെടിനിർത്തൽ പരിഗണിക്കണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന കാര്യത്തിൽ തീരുമാനം വേണമെന്ന് ട്രംപ് കർശനമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഹോർമൂസ് തുറക്കാനാകില്ലെന്ന കർക്കശ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനെ നാമാവശേഷമാക്കാൻ പോകുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇറാനിൽ നരകം വർഷിക്കുമെന്ന് ട്രംപ് വീണ്ടും അന്ത്യശാസനം നൽകിയിരിക്കുന്നത്.